ശ്രീമതി ആശാ പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് AKPCTA, ചെയർപേഴ്സൺ സ്റ്റേറ്റ് വിമൻസ് കമ്മിറ്റി AKPCTA. സ്വാഗതം പറഞ്ഞ ഡോക്ടർ ശ്രീജ, കൺവീനർ സ്റ്റേറ്റ് വിമൻസ് കമ്മിറ്റി. ഇവിടെ മുഖ്യ പ്രഭാഷണം തന്നെ നിർവഹിച്ച ആമുഖ പ്രസംഗത്തിലൂടെ വളരെ നന്നായി കാര്യങ്ങൾ വിശദീകരിച്ച ഡോക്ടർ വിജയകുമാർ സാറ്, തുടർന്ന് മുഖ്യ പ്രഭാഷണത്തിലൂടെ നിയമവുമായി ബന്ധപ്പെട്ട ക്ലാസ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ, രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി, നമ്മുടെ സംഘടനയുടെ മുൻ ട്രഷററും ജനപ്രതിനിധിയുമായിട്ടുള്ള ഡോക്ടർ ബീന ടീച്ചർ, പ്രിയമുള്ള AKPCTയുടെ പ്രസിഡന്റ് ശ്രീ നിഷാന്ത്, വോട്ട് ഓഫ് താങ്ക്സ് പ്രിയപ്പെട്ട ഡോക്ടർ ഷീബ ടീച്ചർ, വേദിയിലെ മറ്റ് AKPCTയുടെ നേതാക്കന്മാരെ, അടുത്ത സെഷൻ കൈകാര്യം ചെയ്യുന്ന പ്രമുഖയായ സാംസ്കാരിക പ്രവർത്തകയും സംവിധായകയും ഞാനേറെ ഇഷ്ടപ്പെടുകയും വളരെ ആദരവോടെ കാണുകയും ഒക്കെ ചെയ്യുന്ന പ്രിയമുള്ള വിധു വിൻസെൻ്റ്, ഈ ക്ലാസ്സിൽ 2 ദിവസത്തെ ഈ പഠന ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, AKPCTയുടെ 2 ദിവസത്തെ ഈ ക്യാമ്പ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ AKPCTയുടെ പരിപാടികളിൽ എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഘട്ടം മുതൽ പങ്കെടുക്കുന്നുണ്ട്, 1995 മുതൽ. അതിനു മുമ്പ് എനിക്ക് AKPCTയിലെ അധ്യാപകരുമായി ഞങ്ങൾക്ക് സഫൈ കാലത്ത് തന്നെ വളരെ നല്ല അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു. കാരണം കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ആദ്യത്തെ വിദ്യാർത്ഥിനി പ്രതിനിധിയായിരുന്നു ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാലഘട്ടത്തിലെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ അന്നത്തെ നേതാക്കന്മാരെ കാണാറുണ്ട്, പഴയ ആളുകളെ, അവരുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അതിപ്പോഴും തുടരുന്നുണ്ട്. ഈ സാറുമാരോട് സംസാരിക്കാൻ വിളിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞാനത് ആശയനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ അധ്യാപകരുടെ വർത്തമാനം പറയാൻ വരുന്നത് സൂക്ഷിക്കണം. കാരണം അധ്യാപകർ ഏറ്റവും സമർത്ഥരാണെന്നാണല്ലോ നമ്മളെല്ലാവരും കരുതുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വലിയ തയ്യാറെടുപ്പുകളൊക്കെ വേണം. എന്നാൽ അങ്ങനെ വലിയൊരു തയ്യാറെടുപ്പ് നടത്താനുള്ള സമയമൊന്നും കിട്ടിയില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. തുടർന്ന് ഡോക്ടർ ബിസ്ബി മാഡം വളരെ വിശദമായി നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. ഇവിടെ സംസാരിച്ചവരെല്ലാവരും തന്നെ AKPCTയുടെ ഒരു ചരിത്രം കൂടെ സൂചിപ്പിച്ചു. 1958 രൂപം കൊണ്ട സംഘടന. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങളിൽ നല്ലൊരു ശതമാനവും പുതുമുഖങ്ങളാണ്, അല്ലേ? വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നമ്മളിൽ എത്ര പേർക്കറിയാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്ന് തന്നെ ഞാൻ അഭിമാനത്തോടെ പറയില്ലേ. പരിമിതികളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഏറ്റവും നല്ല നിലയിൽ നമുക്കിന്ന് ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ ജോലി ചെയ്ത് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ സംഘടന നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഇവിടെ വനിതാ നേതാക്കന്മാരും ജനറൽ സെക്രട്ടറിയും ഇവിടെ സൂചിപ്പിച്ചു പഴയ സ്ഥിതി എങ്ങനെയായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ഇതുപോലെ ഈ നിലയിലുള്ള അംഗീകാരവും പരിഗണനയും ഒക്കെ അധ്യാപകർക്ക് ലഭിക്കുന്നുണ്ടോ എന്നും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. പക്ഷെ ഇത് എത്ര കാലം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സാറ് പറഞ്ഞു നിർത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം അവരെന്തും ചെയ്യാൻ മടിക്കില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് നമ്മളിപ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് പറയുമ്പോൾ, ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ
ഹിറ്റ്ലർ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? പോഷിവെറ്റ്സ് ക്യാമ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണല്ലോ. എഗ്ലോണിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരെയാണ് ആദ്യം അവർ അങ്ങോട്ട് 15 പ്രൊഫസർമാരെയാണ്. ഗ്ലോണിയൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിക്കോളസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഒക്കെ പഠിച്ച കോളേജ്. പിന്നെ അവിടുത്തെ വിദ്യാർത്ഥി നേതാവായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. എനിക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയോടൊപ്പം ആ യൂണിവേഴ്സിറ്റി സന്ദർശിക്കാൻ അവസരം കിട്ടുകയുണ്ടായി. അന്ന് പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ അങ്ങനെ ചില ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് അവർ ആ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞെന്ന കാര്യം, ഇവിടുത്തെ ഏറ്റവും സമർത്ഥരായ, കാരണം അധ്യാപകർ ഏറ്റവും സമർത്ഥരാണ്, ആ സമർത്ഥനായ ആളുകളെയാണ് ആദ്യം ഇത് ചെയ്തത്. എന്നിട്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന് RSS നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടം ആരെയൊക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ അവർ വരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇരകളാക്കപ്പെടുന്നത് പലപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. അതിനെല്ലാം എതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ശരിക്കും വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനും വരേണ്യവൽക്കരിക്കാനും നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയായിട്ടാണ് AKPCT ആയിട്ട് മറ്റ് അധ്യാപക, കേരളത്തിലെ മറ്റ് ഹൈസ്കൂൾ രംഗത്ത് KST അടക്കമുള്ള സംഘടന, പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം, മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രവർത്തനം ചട്ടപ്പടി പ്രവർത്തനം പോലെ, നമ്മുടെ സംഘടന ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു. ഇതിൽ 70% സ്ത്രീകളാണ്. നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു വനിതാ കമ്മിറ്റി ഉണ്ടെന്ന് ആശ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ആ കമ്മിറ്റി വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിച്ച് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം നല്ല കാര്യക്ഷമമായി ഏറ്റെടുത്ത് പോകണം. അതല്ലെങ്കിൽ ചിലർ, ഇപ്പം നിങ്ങൾ ഇത്രയും ആളുകൾ ഇതിൽ വന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചിലർ സാധാരണ പറയും നിങ്ങൾ കുറച്ച് ആളുകൾ പോകും. ഞാൻ രാവിലെ വന്നപ്പോൾ വിധുവിനോടൊരു കാര്യം സംസാരിച്ചു. അതായത് ഞാനൊരു ദിവസം ട്രെയിനിൽ കയറിയപ്പോൾ 2-3 സ്ത്രീകളുണ്ട് ദൂരെ നടന്ന് എൻ്റെ അടുക്കിലോട്ട് വരുന്നു. സുജാത മാഡം അല്ലേ? ഞാൻ പറഞ്ഞു അതെ. പിന്നെ പെട്രോളിന് പാചകവാതകത്തിൻ്റെ വില ഭയങ്കരമായി കൂട്ടിയിട്ടുണ്ടല്ലോ സാറേ, സമരത്തിനൊന്നും പോകുന്നില്ലയോ? സമരം ചെയ്യുന്നില്ലയോ? കാരണം അവരുടെയൊക്കെ ധാരണ ഞങ്ങളെപ്പോലെ കുറെ ആളുകൾ ഈ സമരത്തിനായിട്ട് ഇങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ജോലിയാണ് ഈ സമരം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഈ പാചകവാതകത്തിന്റെ വില കൂട്ടുമ്പോൾ നമുക്കെല്ലാം ബുദ്ധിമുട്ടുള്ളതല്ലയോ, നമുക്കെല്ലാം കൂടെ ഒരു സമരത്തിന് പോകാം. അതിൽ എന്നോടുള്ള വിരോധം വേണ്ടെന്നുള്ളതെന്ന് പറഞ്ഞ് ശരി, ഞങ്ങൾ കൂടി വരാന്നൊക്കെ തമാശക്കൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, ചിലര് പറയും നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി, ഇല്ലേ, നിങ്ങൾ അങ്ങ് പോയാൽ മതി. സാർ ഇവിടെ പഴയ ഒരു സമരത്തിന്റെ കഥ പറഞ്ഞില്ലേ, ഓൾ സയൻസ് ഇല്ലേ, ആനുകൂല്യം കിട്ടുമ്പോൾ ഓൾ സയൻസുകാരെ അപ്പോൾ മാറ്റി നിർത്തുമോ? ഇല്ല. കരിങ്കാലിപ്പണി എടുക്കുന്നവരായാലും സമരം വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആനുകൂല്യം എല്ലാവർക്കും തന്നെ കിട്ടും. അപ്പോൾ ശക്തമായിട്ടുള്ള നമുക്ക് ഈ ഉത്തരവാദിത്തം എല്ലാവരും നന്നായി നിർവഹിക്കാൻ കഴിയണം. നല്ല സംഘടന ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഇല്ലേ? ഇപ്പൊ സാമ്പത്തികമായി ഒരുപാട് വിഷമം നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ DA തരാൻ ഇച്ചിരി താമസിച്ചു പോയി. ഇത്തിരി താമസിച്ചു കഴിഞ്ഞപ്പോൾ ഏതെല്ലാം രൂപത്തിലുള്ള പ്രതികരണം വന്നേ, ഇല്ലേ? നല്ല രാഷ്ട്രീയ ധാരണ നമുക്കുണ്ട് ഉള്ളപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ കിട്ടുമെന്നുള്ളത്. പക്ഷെ എന്നാൽ കുറച്ചാളുകളെങ്കിലും അതിൻ്റെ പേരിൽ വ്യത്യസ്തമായിട്ടുള്ള അവര് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ചില ആളുകൾ പോലും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഘട്ടങ്ങളിൽ സുശക്തമായ ഒരു സംഘടനാ സംവിധാനം നമുക്ക് നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. സംഘടന കൊണ്ട് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും പറഞ്ഞ ആരാ? ശ്രീനാരായണ ഗുരുദേവൻ അല്ലേ? സഖാവ് ആനത്തലവട്ടം ആനന്ദൻ, മൺമറഞ്ഞു പോയ ആനത്തലവട്ടം ആനന്ദൻ സഖാവ് കയർ തൊഴിലാളികളുടെ ഏത് മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത് ശ്രീനാരായണ ഗുരുദേവൻ ആലപ്പുഴ കിടങ്ങാമ്പറമ്പത്ത് വിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. തൊഴിലാളികൾ അവരുടെ വലിയ പണിമുടക്ക് നോട്ടീസ് കൊടുക്കുകയും തുടർന്ന് പുനഃപ്രവേല സമരത്തിലേക്ക് നീങ്ങി നോക്കുക നിങ്ങൾക്കറിയാം. അപ്പൊ ഈ തൊഴിലാളികള് പകലന്തിയോളം പണിയെടുത്താലും ഇവർക്ക് കൂലി കിട്ടത്തില്ല, സംഘടിക്കാനുള്ള അവകാശമില്ല, അങ്ങ് മർദ്ദനമാണ്, പണം ചോദിച്ചാൽ മർദ്ദനമാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു,
കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു. അപ്പോഴാണ് ഗുരുദേവൻ ഈ കിടങ്ങാമ്പുറത്ത് വന്നിട്ടുണ്ടെന്നറിയാം. ആലപ്പുഴയിലെ തൊഴിലാളികൾ വാടപ്പുറം വാവയുടെ നേതൃത്വത്തിൽ, ആലപ്പുഴയിലെ അറിയാമല്ലോ നിങ്ങൾക്ക്, ആദ്യമായിട്ട് ലേബർ അസോസിയേഷൻ രൂപീകരിക്കുന്ന ആലപ്പുഴയാണ്. ആദ്യത്തെ ട്രേഡ് യൂണിയൻ നിലവിൽ വരുന്നത് അവിടെയാണ്. അപ്പോൾ അവരുടെ ഈ തൊഴിലാളികൾ എല്ലാവരും കൂടി ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കാൻ ചെല്ലുന്നു. അന്നേരമാണ് ഗുരുദേവനോട് പറയുന്നു, അങ്ങ് ഒരു മാർഗം പറഞ്ഞു തരണം, മുതലാളിമാർ ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പട്ടിണിയാണ്, ഞങ്ങളുടെ സ്ത്രീകളുടെ മാനവും പോകുന്നു, അതുകൊണ്ട് അങ്ങ് ഒരു ഉപായം ഇതിന് പറഞ്ഞു തരണം. അപ്പോഴാണ് അവരോട് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്, എനിക്ക് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം, പക്ഷേ നിങ്ങൾ സംഘടിക്കണം, നിങ്ങൾ സംഘടിച്ച് ശക്തരാകണം. സംഘടനയുണ്ടെങ്കിലേ നിങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ പറ്റൂ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം ഒരു ചെറിയ സംഖ്യ കൊടുത്തു. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ശിഷ്യൻ സത്യവ്രത സ്വാമിയെ കൂടെ അയച്ചു എന്നാണ് കഥ. ഞാനിത് പറഞ്ഞത്, ഇത് സംഘടനയും നിയമവും മറ്റേതായതുകൊണ്ടാണ് ഞാൻ സംഘടനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. സംഘടന ശക്തമായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് AKPCTയുടെ സജീവ പ്രവർത്തകരായി നിങ്ങൾ ഓരോരുത്തരും മാറിത്തീരുന്നതിന് കൂടി വേണ്ടിയാണ് ഇതുപോലെയുള്ള ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും അല്ലേ, നമ്മുടെ രാജ്യം ഇപ്പോൾ കഴിഞ്ഞ നവംബർ മാസം 26-ാം തീയതിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമായി? 75 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാമത് വർഷമാണ് നമ്മൾ ആഘോഷിച്ചത്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരല്പം ആശ്വാസം പകരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലൊരു റിസൾട്ട് ഉണ്ടായില്ല എങ്കിലും ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഇന്ത്യയിൽ വരണമെന്ന് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ഗവൺമെന്റ് വന്നില്ല എങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം ഇന്ത്യയിലെ ജനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തില്ല. അവർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത് അതായിരുന്നു. അതായത് ചുമ്മാതല്ല, ഈ 400 മേൽ സീറ്റ് എന്ന് പറയുന്നത് എന്തിനാ? 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ഭരണഘടന മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പൊ ആ ഭരണഘടന മാറ്റണമെങ്കിൽ ജനങ്ങൾ വോട്ട് കൊടുത്ത് അല്ലെങ്കിൽ സീറ്റ് കൂടണം. എന്നാൽ ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളും സ്ത്രീകളും എല്ലാം ആയിട്ടുള്ള സാധുക്കളായിട്ടുള്ള മനുഷ്യർ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ മനുഷ്യർ, അതിന് നമുക്ക് ഉത്തർപ്രദേശിലെ ആളുകളെ പറയാം. ഇപ്പൊ ഉത്തർപ്രദേശിലെ ഫാസിയാബാദ് മണ്ഡലത്തിലെ ആളുകളോട് നമുക്ക് എന്തൊരു ബഹുമാനമാണ്. ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത തന്നെ എന്തുവാ? അയോധ്യ ഉൾപ്പെടുന്ന സ്ഥലം ഇല്ലേ? അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അവിടുത്തെ മനുഷ്യരുടെ വീടും കടകളും അവരുടെ എല്ലാ ജീവനോപാധികളും തകർക്കുകയുണ്ടായി. പക്ഷെ ഒരു നയോ പൈസ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തില്ല. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തു, കൃത്യമായിട്ടാണ് പൈസ കൊടുത്തില്ലേ? എത്രയോ അവർക്ക് നേരത്തെ അവരുടെ വസ്തുവിന് കിട്ടുമായിരുന്ന വിലയേക്കാൾ എത്രയോ വലിയ വില കൊടുത്താണ് ഭൂമി നാഷണൽ ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്തത്. പക്ഷെ അയോധ്യയിലെ മനുഷ്യർക്ക് കാശ് കൊടുത്തിട്ടില്ല. അവരെ സംബന്ധിച്ച് അവരുടെ വീടും നഷ്ടപ്പെട്ട്, ചെറിയ കച്ചവടം നടത്തി ജീവിച്ച ആളുകളുടെ കച്ചവടം പോയി, അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ രാമനെ കാണാൻ അമ്പലത്തിലും കയറ്റുന്നില്ല. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ പറഞ്ഞു, ശരി, ഞങ്ങൾക്കറിയാം എങ്ങനെ തീരുമാനിക്കണമെന്ന്. അപ്പൊ അവരോട് പറഞ്ഞു, ഇന്ന് ഇപ്പോൾ അയോധ്യ വന്നു, നാളെ കാശി, പിന്നെ മധുര, അങ്ങനെ ഇപ്പോൾ ഓരോ സ്ഥലവും പൊട്ടുതൊട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ അവധേശ് പ്രസാദ് മതി. അവധേശ് പ്രസാദ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി SP-യുടെ സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യ ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ഏറ്റവും അധികം ദളിതരുള്ള സ്ഥലവുമല്ല, 20% മാത്രമേ ദളിതരുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ദളിത് വിഭാഗത്തിൽ നിന്ന് ഏറ്റവും സമർത്ഥനായ ആളാണ് അദ്ദേഹം. 8 പ്രാവശ്യം MLA-യും 6 തവണ മന്ത്രിയും ഒക്കെ ആളായിരുന്നു. അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവർ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതിൽ സ്ത്രീകൾക്ക് നല്ല റോള് എടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം ഉൾപ്പെടെയുള്ള സ്ഥലത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാനുള്ള അവസരം ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തില്ല. അവിടെ നമ്മൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം.
ഇന്ത്യയിലെ സ്ത്രീകളോട് പറഞ്ഞ അതെയാണ്. ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്ന സംഘടന, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടന മുന്നോട്ട് വെച്ചു അത് തന്നെയാണ്. ശരിക്കും ഈ ഒരു ഇത് ഈ പറയുന്ന നമ്മുടെ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഭരണഘടനയുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അടുത്ത് ഇടവന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇന്ത്യൻ ഭരണഘടന 1976 42ാം ഭേദഗതിയിലൂടെയാണ് മതനിരപേക്ഷതയും സോഷ്യലിസവും അതിലേക്ക് ഉൾപ്പെടുത്തിയത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ള ആളുകൾ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞു ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് പാർലമെന്റിനുണ്ട്. അപ്പൊ അതിന്റെ ആമുഖം അതിൽ പെടുവോ എന്നുള്ള തർക്കം വന്നപ്പോഴാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞത് ആമുഖം ഉൾപ്പെടെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനുണ്ട്. അത് സമീപകാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം തന്നെയാണ്. അങ്ങനെ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടന രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. കൃത്യമായി അതിനകത്ത് നമ്മളെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഭരണഘടനയിൽ പറയുന്നത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസോ ഇപ്പോൾ അധികാരത്തിരിക്കുന്ന BJPയോ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഭരണഘടന കൃത്യമായി എല്ലാത്തിനെയും കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നോ? ഇല്ലേ? അറിയില്ലേ അവരെ കുറിച്ചൊക്കെ? 15 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേർ മലയാളികളായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ 75 വർഷം മുമ്പും അതിൽ ഏറ്റവും ഷാർപ്പായിട്ടാണ് ഇവരെല്ലാം ഇടപെട്ടെ. ചുമ്മാതെ പോയി വെച്ച് വരികയായിരുന്നില്ല. എന്തൊരു തർക്കമായിരുന്നു ഇവര്. അത് ആനിമസ്ക്രീൻ ആകട്ടെ, അമ്മു സ്വാമിനാഥനാകട്ടെ, ദാക്ഷായണി വേലായുധൻ, അല്ലേ? അവരിലെ കൃത്യമായി എല്ലാ കാര്യങ്ങളിലും അവർ തർക്കിക്കുമായിരുന്നു. ഞാൻ അവരുടെ ഈ പാർലമെന്റ് പ്രസംഗം, അവരുടെ ചർച്ചയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ ചോദ്യോത്തരവും ചർച്ചയൊക്കെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ എന്തൊരു ഗംഭീരമായിട്ടാണ് അവർ ആ സഭയിൽ ഇടപെട്ടതെന്നറിയാം. അപ്പൊ ഇവരടക്കമുള്ള വനിതകളുടെ കൂടി പരിശ്രമ ഫലമായിട്ടാണ് ഭരണഘടന ഈ നിലയിൽ രൂപപ്പെട്ടുള്ളത്. ഇന്നലെ ഡോക്ടർ അംബേദ്കറുടെ അനുസ്മരണ ദിനമായി. ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കറെ നമ്മളിപ്പോ കൃത്യമായി ഭരണഘടന വലിയ വെല്ലുവിളിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നല്ല ചർച്ചകളെല്ലാം തന്നെ ഇപ്പോൾ രാജ്യത്ത് നമ്മൾ എല്ലാവരും തന്നെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിലവിലുള്ള ഇന്ത്യയുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന നമുക്ക് കൃത്യമായി നമുക്ക് വേണ്ടി അഡ്രസ് ചെയ്തിട്ടുള്ള മൗലികാവകാശങ്ങളടക്കം നേടിയെടുക്കാൻ വേണ്ടി ഇനിയും നമ്മൾ ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഭരണകൂടം കൃത്യമായി നമുക്കത് തരുന്നുണ്ടോ? പട്ടിണി നോക്കിയേ, ഇന്ത്യയിലെ സ്ത്രീകൾ പട്ടിണി കിടക്കാൻ പാടില്ല, പാവപ്പെട്ടവർ പട്ടിണി കിടക്കാൻ പാടില്ല, എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കണം ഭരണഘടന പറയുന്നുണ്ട്. പക്ഷെ ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ സ്ഥാനം എത്ര? 105. ലോകത്ത് പട്ടിണി കിടക്കുന്ന എത്ര കോടി ആളുകളുണ്ടെന്നറിയാം? ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 109 കോടി ആളുകൾ ലോകത്ത് പട്ടിണി കിടക്കുന്നുണ്ട്. ആ 109 കോടി ആളുകൾ പട്ടിണി കിടക്കുന്നതിൽ 23.4 കോടി ആളുകൾ ഇന്ത്യക്കാരാണ്. അതിലേറ്റവും കൂടുതൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഇന്ത്യയിൽ 55% വരുന്ന സ്ത്രീകൾ വിളർച്ചയുള്ളവരാണ്. ഇന്ത്യയിലെ 37% വരുന്ന കുഞ്ഞുങ്ങൾ അവർ ജന്മന പൊക്കക്കുറവോ തൂക്കക്കുറവോ ഉള്ളവരാണ്. കാരണം നല്ല ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന് 75 വർഷമായ രാജ്യം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം കഴിഞ്ഞ് നമ്മുടെ രാജ്യത്ത് നല്ലൊരു ശതമാനം ആളുകൾ ഇന്നും ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നല്ല ഭേദപ്പെട്ട ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥമായിട്ടുള്ള സഹോദരിമാരുടെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. തൊഴിൽ മേഖല എടുത്തു നോക്കിയാൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 18% നേരത്തെ ഉള്ളതിനേക്കാൾ താണു. കോവിഡ് ഒക്കെ വന്നതിന് ശേഷം തൊഴിൽ പങ്കാളിത്തത്തിലും വലിയ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ തൊഴിൽ മേഖലയിൽ നമ്മൾ പുറകെ നിൽക്കുന്നു. വിദ്യാഭ്യാസം, കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇന്ത്യയിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നുണ്ടോ? സാർവത്രികവും സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതിയിലൂടെ വരുത്തിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുടുംബം പുലർത്തുന്നതിന് വേണ്ടി കട്ട ചുമക്കുന്ന പെൺകുട്ടികളെ, കരിങ്കൽ കോറകളിൽ പണിയെടുക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ തീപ്പെട്ടി കമ്പനികളിൽ, പടക്കശാലയിലൊക്കെ പണിയെടുക്കുന്ന സ്ത്രീകളെ കാണാൻ കഴിയും. 20 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഇന്ത്യയിലെ തൊഴിലാളി സ്ത്രീയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ. അപ്പൊ ഭരണഘടന പറയുന്നുണ്ട് നമുക്ക് തൊഴിൽ തരണം.
തുല്യ ജോലിക്ക് തുല്യവേതനം, തുല്യ ജോലിക്ക് തുല്യവേതനം കിട്ടുന്നവർക്ക് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇല്ലേ? കേരളത്തിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയേ. ഇപ്പൊ ചില മേഖലയില് ഇപ്പൊ കട്ട ചുമക്കുന്ന സ്ത്രീകൾ, കട്ടച്ചുള ഫാക്ടറി കണ്ടിട്ടുള്ള നിങ്ങൾക്കറിയാം, ചൂള കമ്പനി കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. സ്ത്രീകളുടെ തലയിലും കട്ട പെറുക്കി വെച്ചു കൊടുക്കും, പുരുഷന്മാരും കട്ട പെറുക്കി കൊണ്ടുപോകും. വൈകിട്ട് കൂലി വാങ്ങിക്കുന്നത് പുരുഷന് കിട്ടുന്ന കൂലി സ്ത്രീക്ക് കിട്ടത്തില്ല. വയലിൽ പണിയെടുക്കുന്ന സ്ത്രീ അപ്പൊ ഞാറ് നടുന്നത് വളരെ ആയാസകരമായിട്ടുള്ള ജോലിയാണ്, ഇല്ലേ? കുനിഞ്ഞു നിന്ന് ഈ ഒരു കൊട്ടക്കകത്ത് ഞാറ് വിത്ത് വിതയ്ക്കുന്ന വലിയ അത്രയും ആയാസം ഉണ്ടോ? ഇല്ല. വിത്ത് വിതയ്ക്കുന്ന സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനാണ്. ആ വിതയ്ക്കുന്ന പുരുഷന് കിട്ടുന്ന ജോലി കുനിഞ്ഞു ഞാറ് നടുന്ന സ്ത്രീക്കുണ്ടോ? ഇല്ല. തുല്യ ജോലിക്ക് തുല്യ വേതനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല, നമുക്ക് സമയമില്ല. ബിസ്മി മഠത്തിന്റെ ക്ലാസ്സാണ് അടുത്ത്. അപ്പോ ഇതെല്ലാം ഇന്നും നമുക്ക് ലഭ്യമാകുന്നില്ല. തീരുമാനമെടുക്കുന്ന വേദികളിൽ, ഇല്ലേ? തീരുമാനമെടുക്കുന്ന വേദികളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം എത്ര പുറയിലാണ്, ഇല്ലേ? ഇപ്പൊ 33% സംവരണം ഉറപ്പാക്കുന്ന ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചു. എന്ത് പ്രയോജനം? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ സ്ത്രീകൾ കുറവാണ് പാർലമെന്റിലുള്ളത്. 14-ന് 12-ലേക്ക് താണു, ഇല്ലേ? ഞാൻ പോകുന്ന യോഗത്തിലെല്ലാം ഞാൻ പ്രസംഗിക്കും. ജനസംഖ്യാ നയത്തെ കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച നടത്തുമ്പോൾ സ്ത്രീ പാർട്ടി എത്രയോ പുറകിലായിരുന്നു. ഗാർഹിക പീഡന നിരോധന നിയമം അതിനെക്കുറിച്ച് ഇവിടെ പറയാൻ പോവാണ്. ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതെല്ലാം പുരുഷന്മാരാണ്. അപ്പൊ അതിൽ ഒരു പുരുഷൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, നിങ്ങളതെല്ലാം ചെയ്യേണ്ടവരല്ലേ? വീട്ടിലെ പ്രായമായ ആളുകളെ നോക്കേണ്ടവരല്ലേ? പ്രായമായ ആളുകൾക്ക് രോഗം വന്നാൽ ശുശ്രൂഷിക്കേണ്ട സ്ത്രീയല്ലേ? ഭക്ഷണം പാകം ചെയ്യേണ്ട സ്ത്രീയല്ലേ? പ്രത്യേക ഉത്തരേന്ത്യയിലെ സ്ത്രീകൾക്ക് ഈ പശുവിനെ നോക്കുന്നതൊക്കെ കുറച്ച് കൂടുതലുണ്ടല്ലോ, അതൊക്കെ അറിയാമല്ലോ. ബീഹാറിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും എല്ലാ സ്ത്രീകളുടെ ജോലിയാണ്. അതെല്ലാം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അതെല്ലാം ചെയ്തില്ലെങ്കിൽ കുടുംബം അങ്ങനെയാണ് നല്ലതായി മുന്നോട്ട് പോകുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം ഏറ്റവും ഭംഗിയായി രൂപപ്പെടുത്തി ഈ സിസ്റ്റം ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സ്ത്രീകൾക്കാണെന്നാണ് വെയ്പ്പ്. അപ്പൊ എല്ലാ നിലയിലും നമുക്ക് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് കിട്ടേണ്ട അർഹതയും പരിഗണനയും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, തീരുമാനമെടുക്കുന്ന വേദികളിൽ 33% സംവരണം എന്നുള്ളത് അത് നിയമമാക്കിയതുകൊണ്ട് കാര്യമില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അടുത്ത കാലത്തെങ്ങും നടക്കാൻ പോകുന്നില്ല. സെൻസസിനും ഡീലിമിറ്റേഷന് ശേഷം മാത്രം അത് നടക്കുമ്പോൾ നമുക്ക് ഇനിയും അതിനുവേണ്ടി ശക്തമായി ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നു. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിലെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ഞാൻ നിങ്ങളുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയിലൂടെ മാത്രമേ ഇതിന് മാറ്റാൻ കഴിയൂ. ആ വ്യവസ്ഥിതി വരണമെന്നാണ്. നമ്മുടെ മുമ്പിൽ മോഡലുകളുണ്ട്. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ 107-ാം വർഷം ഈ നവംബർ 7 നമ്മൾ ലോകം ആഘോഷിച്ചു. ലോകത്താദ്യമായി വോട്ടവകാശം സ്ത്രീകൾക്ക് നൽകിയത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനാണ് സ്ത്രീകൾക്ക് ഈ പരിഗണനയെല്ലാം നൽകിയത്. ഇപ്പോൾ ഏറ്റവും അധികം അധ്യാപകര്, അല്ലെങ്കിൽ ക്ലർക്കന്മാര്, അല്ലെങ്കിൽ അഭിഭാഷകര് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് യൂണിയനിൽ നിലവിൽ വന്ന ഗവൺമെന്റ് സ്ത്രീകൾക്ക് എല്ലാ നിലയിലും പരിഗണന കൊടുക്കാൻ തയ്യാറായി, ഇല്ലേ? സാമൂഹ്യ അടുക്കള എന്ന് പറഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയനിലെ പഴയ സാമൂഹ്യ അടുക്കളയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലരിയോ അതൊക്കെ പ്രായോഗികമായിരുന്നു. പക്ഷേ കോവിഡ് കാലത്ത് സാമൂഹ്യ അടുക്കള ഉണ്ടാക്കി ഭക്ഷണം എല്ലായിടവും നമ്മൾ എത്തിച്ചില്ലേ? അപ്പൊ സ്ത്രീയുടെ ജോലിഭാരം കുറയ്ക്കണം, അവളുടെ ഈ ഇരട്ട ഭാരം കുറയ്ക്കണം. അവളുടെ ജീവിതം ഈ അടുക്കളയുടെ ചുവരുള്ളിൽ തടച്ചിടാനുള്ളതല്ല. അതുപോലെ തന്നെ അലക്ക് കേന്ദ്രം, ഇതെല്ലാം വന്ന് സോവിയറ്റ് യൂണിയനിൽ വിഭാവന ചെയ്തിരുന്നു, നടപ്പിലാക്കിയിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം ചെയ്യാനുള്ള അവകാശം, ഇഷ്ടമില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം അന്നത്തെ സോവിയറ്റ് യൂണിയൻ ലഭ്യമാകുകയുണ്ടായി. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുമൊക്കെ നമ്മൾ വായിച്ചും പഠിച്ചും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് അത്തരം ഒരു സാമൂഹിക വ്യവസ്ഥയിലൂടെ നമ്മുടെ രാജ്യത്തും ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുകയുള്ളൂ. അതല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും. സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഓരോ ദിവസവും കൂടും. ഓരോ 76 മിനിറ്റിലും ഇന്ത്യയിലെ ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാകുന്നു.
ഓരോ 48 മിനിറ്റിലും ഇന്ത്യയിലെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അധ്യാപകരും മാനേജരും കൂടി ചേർന്ന് ഉപദ്രവിച്ച കുഞ്ഞുങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സ്ത്രീകൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് ബഡ്ജറ്റൊക്കെ പ്രഖ്യാപിക്കും. ബഡ്ജറ്റിൽ നമുക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അത് പലപ്പോഴും കടലാസിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കൂടി വന്നപ്പോഴാണ് നിർഭയ സംഭവമൊക്കെ അതിന്റെ പശ്ചാത്തലത്തിൽ ബഡ്ജറ്റിൽ നമുക്കൊരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ അത് പദ്ധതി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ധനകാര്യമന്ത്രി ഒരു വനിതയാണ്, നിർമ്മല സീതാരാമൻ. അവർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് നമ്മൾ നോക്കും, നമുക്ക് വേണ്ടി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. 1% താഴെ തുക മാത്രമാണ് സ്ത്രീകൾക്കായിട്ട് നീക്കി വെക്കുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സ്ത്രീകളുമായി സംസാരിക്കേണ്ട കാര്യം പറയുമ്പോൾ ഇതൊന്നും പറയാതെ പോകാൻ കഴിയില്ല. ഇന്നത്തെ ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് ഗൗരവത്തോടെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. അവിടെയാണ് നമുക്ക് അഭിമാനത്തോട് പറയാൻ കഴിയുന്നത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കേരളം. ഇന്ന് ഏത് സൂചിക എടുത്ത് നോക്കിയാൽ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അത് ചുമ്മാതെ കിട്ടിയതല്ല. ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾ, അല്ലേ? നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച കേരളത്തിന്റെ മണ്ണ്. പണ്ട് കേരളത്തിലെ സ്ത്രീകൾ ഉത്തരേന്ത്യയിലെ സ്ത്രീകളെ പോലെ തന്നെയായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനോ, ഭക്ഷണം കഴിക്കാനോ, ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ ഒന്നും കഴിയുമായിരുന്നൊരു ചുറ്റുപാടുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടതിന്റെ ആനുകൂല്യം നേടിയവരാണ് നമ്മൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള സ്റ്റേറ്റാണ് കേരളം. 13,000-ലധികം വരുന്ന സ്കൂളുകളുണ്ട് ഈ കേരളത്തിൽ. നമ്മുടെ പ്രസംഗത്തിലെല്ലാം നമ്മൾ പറയില്ലേ, 3 കിലോമീറ്റർ LP സ്കൂള്, 5 കിലോമീറ്റർ UP സ്കൂള്, അല്ലേ? 1.5 കിലോമീറ്റർ LP സ്കൂള്, 3 കിലോമീറ്റർ UP സ്കൂള്, 5 കിലോമീറ്റർ ഹൈസ്കൂള്. ഇതൊക്കെ താഴെ കുട്ടികളോട് പറയുന്നവരാണ് നിങ്ങൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ കണ്ടത്തിൽ കൃഷി ചെയ്യാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞ മഹാനായ അയ്യങ്കാളി, ഇല്ലേ? അവരുടെ എല്ലാം പോരാട്ടത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് കേരളത്തിൽ മാറ്റം വന്നു തുടങ്ങി. പിന്നീട് നമുക്കറിയാം 57-ലെ ഗവൺമെന്റ്, EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. ആരോഗ്യ മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ആയുസ്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്തിൽ. പ്രീ ഡിഗ്രി, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നു നമ്മൾ കുടുംബശ്രീയെ കുറിച്ച് പറയുമ്പോൾ പറയും 42 ലക്ഷം സ്ത്രീകൾ അംഗങ്ങളായ വലിയ സ്ത്രീകളുടെ കൂട്ടായ്മ. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും അധികം സ്ത്രീകൾ പണിയെടുക്കുന്ന ഒരു സംസ്ഥാനം. ജെൻഡർ ബജറ്റ്, ഇപ്പൊ നിർമ്മല സീതാരാമനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായി ഡോക്ടർ തോമസ് ഐസക്കിന്റെ കാലത്ത് ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ച് 10% തുക സ്ത്രീകൾക്കായി നൽകി. ബാലഗോപാലിന്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ 22.5% നമുക്ക് ബഡ്ജറ്റിൽ തുക നീക്കിവെച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഭാഗത്തെ ഗവൺമെന്റ് നമ്മളെ പൂർണ്ണമായി അവഗണിക്കുമ്പോൾ കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് നമുക്കായി ഏറ്റവും നല്ല പരിഗണന നൽകുന്നു. ഇത് എത്ര പേർക്കറിയാം? സ്ത്രീകളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിൽ നമ്മുടെ ഗവൺമെന്റ് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനത്തോടെ നമുക്ക് പറയാം. ഈ നിലയിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഗവൺമെന്റിനെയാണ് വളരെ ആസൂത്രിതമായി കൈകാര്യം ചെയ്യാനുള്ള ശ്രമവും നടക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ടത് തരാതിരിക്കുന്നു. അധ്യാപികമാരത് മനസ്സിലാക്കുക തന്നെ വേണം. കേരളത്തിന് ഇനി എന്തിനാ കാശെന്നാണ് ഫിനാൻസ് കമ്മീഷൻ ചോദിക്കുന്നത്. കാരണം 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടിയ കാശ് നമുക്ക് തരുന്നില്ല. 14-15 ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഫണ്ട് കിട്ടിയതിനേക്കാൾ കുറവല്ലേ വന്നേ? 16ാം ഫിനാൻസ് കമ്മീഷന്റെ മുമ്പിലുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? അപ്പൊ അവര് പറയുന്നത് എന്താ? ജനസംഖ്യ നിയന്ത്രിച്ചവരാണ് നിങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കേരളത്തിന് അതുകൊണ്ട് പണം വേണ്ട. എന്തൊരു അന്യായമായത്! ജനസംഖ്യ അറിയാലോ നിങ്ങൾക്ക്. 2.59%. 2%-ൽ താഴെ നികുതി മാത്രമാണ് നമുക്ക് തരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്ന സ്റ്റേറ്റ് കൂടിയാണ് നമ്മൾ ഇപ്പോൾ. പക്ഷെ നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്താലും നമുക്ക് ഇങ്ങോട്ടില്ല. ശക്തമായിട്ടുള്ള കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനവും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അങ്ങനെയായിരിക്കണമെന്നാണ്. അപ്പൊ കേരളത്തിന് അർഹതപ്പെട്ടത് തരുന്നില്ല. അങ്ങനെ തരാതിരിക്കുമ്പോൾ നമുക്ക് ചിലത് മുടങ്ങും.
32 ലക്ഷം ആളുകൾക്ക് പെൻഷൻ തന്നെങ്കിൽ ഇന്നത് 62 ലക്ഷം ആളുകൾക്കാണ്. നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകള്, സഹോദരിമാര്, അമ്മമാരൊക്കെ പെൻഷൻ വാങ്ങുന്നത് നമ്മൾ ഈ പരിഗണന കൊടുത്തത് കൊണ്ടാണ്. അതെന്താ കാര്യം? നല്ല ആയുസ്സുണ്ട്, നമുക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ട്, 60 വയസ്സിൽ കൂടിയ ആളുകളുടെ എണ്ണം ഈ കേരളത്തിൽ വർദ്ധിക്കുക. അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള സഹായം നമുക്ക് ചെയ്തേ പറ്റൂ. മറ്റൊരുപാട് മേഖലകളിൽ നമ്മൾ പണം മുടക്കണം. അടിസ്ഥാന വികസന മേഖല അടക്കമുള്ള മേഖലയിൽ നമുക്ക് പണം മുടക്കണം. ഞാൻ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു, നമ്മൾക്ക് കുറച്ചുകൂടി ഒരു കരുതൽ വേണം. സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ പരിഗണന നമുക്ക് നൽകുന്നു. ഇപ്പൊ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചോദിക്കും, വീട്ടമ്മമാരുടെ പെൻഷൻ എന്നാ തരുന്നത്? വീട്ടമ്മമാരുടെ പെൻഷൻ തരണമെങ്കിൽ നമുക്ക് പതിനാവിൽ കാശുണ്ടാവണം, കേന്ദ്രം സഹായിക്കണം. ഇതൊന്നും ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. എത്ര പേർക്കറിയാം കേരളം ഈ നാണ്യവിളകൾ ഉത്പാദിപ്പിച്ചോ നിങ്ങള്? കാരണം നിങ്ങളുടെ ഭൂമി കൃഷി ചെയ്യാൻ, നെൽകൃഷി ചെയ്യാനൊന്നും പര്യാപ്തമല്ല, അത് പറ്റില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അരി ഞങ്ങൾ തരാൻ, നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിക്കോ. നമുക്കിപ്പോ അരി തരുമോ? വിഷമം വന്നാലും നമുക്ക് തരുന്ന അരിയുടെയൊക്കെ കാശ് തിരിച്ചു മേടിക്കുന്നില്ലേ? പ്രളയകാലത്ത് തന്ന അരിയുടെ ഹെലികോപ്റ്ററിന്റെ ഒക്കെ കാശ് കേന്ദ്രം തിരിച്ചു മേടിച്ചു. അവിടെയാണ് കേന്ദ്രത്തോട് നമ്മൾ പറയുന്നത് നമുക്ക് അർഹതപ്പെട്ട തരണം. അങ്ങനെ തന്നെങ്കിലേ ഞങ്ങൾക്ക് സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. ഞങ്ങൾക്ക് ഇത്രൂടെ കാശൊക്കെ കിട്ടണം. അപ്പോ ഒരറ്റത്ത് കടമെടുക്കാൻ സമ്മതിക്കത്തില്ല, പ്രത്യേക പാക്കേജ് ഇല്ല, നികുതിയും കൃത്യമായി നമുക്ക് തരുന്നില്ല. അങ്ങനെ കേരളത്തോട് പകപോക്കൽ സമീപനം സ്വീകരിക്കുന്നു. വയനാട് ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങളെ അടക്കം സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം തരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ന്യായാന്യായങ്ങളാണ് നിരത്തുന്നത്. അതിൽ വലതുപക്ഷവും മീഡിയയും എടുക്കുന്ന ഒരു സമീപനമുണ്ട്. അതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും നമ്മൾ പറയും നമുക്ക് കിട്ടാനുള്ള കാശ് കിട്ടും. വോട്ടെണ്ണി ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഇച്ചിരി ക്ഷീണം സംഭവിച്ചപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരിക്കണം പറഞ്ഞത്, പേപ്പർ നോക്കിയതിന്റെ കാശ് പോലും ഞങ്ങൾക്ക് തന്നില്ല, പേപ്പർ നോക്കിയ കാശ് തരാത്തോണ്ട് ഇവർ തോക്കുക തന്നെ വേണം. കൃത്യമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി നന്നായി സഹായിക്കുന്ന, നല്ല സ്നേഹത്തോടെ അധ്യാപകരെ കാണുന്ന ഒരു ഗവൺമെന്റിന് സാമ്പത്തിക വിഷമം വന്നപ്പോൾ ഒരു ചെറിയ ക്ഷീണം ഉണ്ടായി. ആ ക്ഷീണം കൃത്യമായി സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ഫിക്സ് ചെയ്യേണ്ട സ്ഥലത്ത് ഫിക്സ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ പറയില്ലെന്ന് നമുക്കറിയാം. നല്ല രാഷ്ട്രീയ ധാരണയുള്ളവരാണെങ്കിൽ പറയില്ല. കാരണം അങ്ങനെ എന്നാൽ നമ്മൾ പണിയെടുക്കുന്നതിന് നമുക്ക് ആനുകൂല്യം കിട്ടണം, നമുക്ക് അവകാശപ്പെട്ടതാണ്. നമ്മുടെ ഡിയെയും നമ്മളെ ശമ്പള വർധനവും നമ്മുടെ മറ്റാനുകൂല്യമെല്ലാം നമുക്ക് അവകാശപ്പെട്ടത്. പക്ഷെ അവകാശപ്പെട്ടത് തരാൻ സന്മനസ്സുള്ള ഒരു ഗവൺമെന്റിനെ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഗവൺമെന്റിന് അർഹതപ്പെട്ട് തരേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രം തരാതിരിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ നമ്മളെ ശബ്ദം ഉയർത്തണം. കൃത്യമായിട്ട് നമുക്കത് ചെയ്തേ മതിയാവും. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല. കേന്ദ്രത്തിന്റെ ഈ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ കേന്ദ്രം ഈ രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുമ്പോഴും നമ്മൾ ഒരു പ്രയാസവും വിഷമവും ഇല്ലാതെ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ മുമ്പിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിൽ അഭിമാനത്തോടെ നമുക്ക് മലയാളികൾക്ക് പറയാം, ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ കൊച്ചു കേരളം സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു. ഇവിടുത്തെ മതനിരപേക്ഷ അടിത്തറയ്ക്ക് കോട്ടം വരുന്നില്ല. കോട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയെന്ന് സാറിവിടെ പറഞ്ഞില്ലേ? അത് ഗൗരവത്തോടെയാണ് നമ്മൾ കാണേണ്ടത്, ഇല്ലേ? നമുക്ക് സന്തോഷം തോന്നില്ലേ? ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അങ്ങനെയാണോ? അങ്ങനെയല്ല. കൃത്യമായ അജണ്ട നടപ്പിലാക്കുകയാണ്. അപ്പൊ നമുക്കൊക്കെ വളരെ അത്ഭുതം തോന്നിയത് ഈ ഉത്തർപ്രദേശിൽ നിന്ന്, ഉത്തരാഖണ്ഡിൽ നിന്നുമെല്ലാം ഈ ഗംഗയിലെ വെള്ളം ശേഖരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ കൻവാറി യാത്ര, കാവടി യാത്ര എന്ന് പറയുന്നത്. എത്രയോ കാലങ്ങളായിട്ട് അത് വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യമാണ് ഗവൺമെന്റ് പറഞ്ഞു, യാത്ര പോകുന്ന സ്ഥലത്ത് കടക്കാരുടെ എല്ലാം പേരെഴുതി വെക്കണം. എന്തൊരു അപകടം പിടിച്ച സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. കാരണം വളരെ ബോധപൂർവം ന്യൂനപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അവിടെ ഇതെല്ലാം ഇത്തരം വാർത്തകളെല്ലാം വരുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും. രാജ്യത്തിന്റെ നാനാ ഭാഗത്ത് ഇത്തരം സംഭവങ്ങൾ ഉയർന്നു വരുന്നു. മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് കത്തുകയല്ലേ, ഇല്ലേ? മണിപ്പൂരിലെ സ്ത്രീകള്, വിധുവിനറിയാം എത്ര മിടുക്കികളാണ് മണിപ്പൂരിലെ സ്ത്രീകൾ. മണിപ്പൂർ കണ്ടിട്ടുള്ളവർക്കറിയാം. അവിടെ സ്ത്രീകളാണ് ഭരിക്കുന്നത്, അവരാണ് മിടുക്കികള്. അത് മൈത്രി വിഭാഗത്തിലെ, കുക്കി വിഭാഗത്തിലെ സ്ത്രീകളെ നിങ്ങൾ നോക്കിയേ. ഏറ്റവും അധികം സ്ത്രീകൾ പണിയെടുക്കുന്ന, കച്ചവടം ചെയ്യുന്ന അമ്മമാരുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു ഇംഫാൽ താഴ്വരയിൽ. 10-25,000 സ്ത്രീകൾ ഇരുന്ന്
കച്ചവടം ചെയ്ത് വിവാഹിതരായ സ്ത്രീ അമ്മമാരുടെ മാർക്കറ്റാണ് ഹിമ മാർക്കറ്റ് എന്ന്. ആ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുമ്പോൾ നമുക്കൊന്നൊരു അഭിമാനമായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ആ മണിപ്പൂരിലെ സ്ത്രീകളുടെ അവസ്ഥ ഇന്നെന്താ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. അപ്പൊ ഇത്തരം സംഭവങ്ങളെല്ലാം ഒരു ഭാഗത്ത് അരങ്ങേറുന്നു. അവിടെയാണ് നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ഇല്ലാതെ സമാധാനത്തിലെ സ്വസ്ഥതയോടെയും നമുക്ക് ജീവിക്കാനുള്ള അവസരം നമ്മുടെ ഗവൺമെന്റ് നമുക്ക് പ്രദാനം ചെയ്യും. ഇവിടെ ഇങ്ങനെ ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ അറ്റ്മോസ്ഫിയർ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ തച്ചുടയ്ക്കാൻ നടത്തുന്ന ശ്രമങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നേടിയെടുത്ത നേട്ടങ്ങൾ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ ഇടയിൽ അത് കൃത്യമായി നടത്തുകയുണ്ടായി. ഇടതുപക്ഷം ക്ഷീണിച്ചാൽ അത് ക്ഷീണം തന്നെയാണ്, ഇല്ലേ? ലോകത്ത് നടക്കുന്ന ഏത് സംഭവങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്നവരല്ലേ നമ്മൾ? പലസ്തീനിലെ കരയുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണൂർ അവരോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മൾ. ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ പ്രതികരിക്കും, അല്ലേ? ആ നമ്മളുടെ ഇടയിൽ വെറുപ്പും വിദ്വേഷമെല്ലാം വളർത്താൻ തുടങ്ങിയിരിക്കുന്നു. വളരെ കരുതലോടെയാണ് അതെല്ലാം ചെയ്യുന്നത്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, കുറ്റവാളികൾ നിയമത്തിന്റെ മുമ്പിൽ വരുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ നല്ല പുരോഗമനപരമായി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെ വളരെ ആസൂത്രിതമായി തന്നെ ഞാൻ പറയും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളെ എല്ലാം നമുക്ക് പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അധ്യാപികമാരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും സാറിനോട് പറഞ്ഞു നിർത്തിയതുപോലെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും എല്ലാം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം. അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെന്റ് നേരത്തെ ഉണ്ടായിരുന്ന എത്രയോ മാറ്റം നമ്മുടെ കേരളത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഏറ്റവും നല്ല നിലയിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ മീഡിയ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങളെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയണം. ശരിക്കും ഇന്ന് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ AKPCTയുടെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ സംഘടന എങ്ങനെയാണ് കൂടുതൽ ചലിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം നിങ്ങൾക്കിവിടെ ക്ലാസ്സുകൾ തരും. തീർച്ചയായിട്ടും അതെല്ലാം കേട്ട് അത് താഴെ പോയി നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയണം. ഇത്രയധികം അധ്യാപികമാർ വരുന്ന ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ വന്ന് 2 ദിവസത്തെ ക്യാമ്പിലൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങ് പോയാൽ പോരാ. നമുക്ക് തുടർന്നിത് നമ്മുടെ ജില്ലകളിലൊക്കെ നമ്മളിത് നന്നായി ഇത് താഴോട്ട് കൊടുക്കണം. മറ്റൊന്ന് ആശ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ജോലിയൊക്കെ വലിയ വെല്ലുവിളിയെ നേരിടാൻ പോവുക. ഗൗരവത്തോടെ നിങ്ങൾ എത്ര പേര് അത് എടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് സാറോടെ പറഞ്ഞു പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ചിലതെല്ലാം ഇല്ലാതാകാൻ പോകും. ഇപ്പോൾ തന്നെ കുട്ടികളുടെ എണ്ണം നിങ്ങൾ നോക്കിയ ചില ക്യാമ്പസുകളിൽ വലിയ തോതിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു. അപ്പൊ നമ്മുടെ ജോലിക്ക് വലിയ ഭീഷണിയാണ് വരുന്നത് പല രൂപത്തിലുള്ള. ഞങ്ങളൊരു തൊഴിലാളി പ്രവർത്തകരടക്കം സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയും 8 മണിക്കൂർ ജോലി ഇല്ല, 8 മണിക്കൂർ വിനോദവും വിശ്രമവും ഒക്കെ ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ്. ആ 8 മണിക്കൂർ ജോലി എന്നുള്ളത് 12-16 മണിക്കൂറിലേക്ക് മാറുന്നു. അത് തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്ത അന്ന എന്ന് പറഞ്ഞ കുഞ്ഞ് നമ്മുടെ മുമ്പിലില്ല. ഏറ്റവും സമർത്ഥിയായ പെൺകുട്ടി കോർപ്പറേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് മാനസിക സമ്മർദ്ദം താങ്ങാതെ ആ കുട്ടി മരണപ്പെട്ടു പോയി. അപ്പൊ 8 മണിക്കൂർ പണി എടുക്കുന്നവര് നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ നടത്തിയ ഫൈറ്റിന്റെ ഫലമായിട്ടാണ്, രക്തസാക്ഷിത്വത്തിലൂടെ ഫലമായിട്ടാണ് ഇത് അനുഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കും. അതില്ലാതാകാൻ പോകുന്ന ഇന്ത്യയിൽ തൊഴിലാളി സംഘടനകൾ ശക്തമായി സമരം ചെയ്യുന്നു, പണിമുടക്കടക്കം നടത്തുന്നു. നിങ്ങളെല്ലാം അതിൽ പങ്കാളികളാകുന്നു. അതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മൾ ഇത്രയും നാൾ പഠിച്ചു നിന്നു. പക്ഷെ അവരിൽ ഒട്ടി സഹിച്ചു തുടങ്ങി താഴോട്ട്. എന്തായിരിക്കും സ്ഥിതി?
ലോ അമെന്റ് ചെയ്തു, IPC CRPC എവിഡൻസ് ആക്ട്, ഭാരതീയ ന്യായ സംഹിത പറയും ഇല്ലേ. കസ്റ്റഡിയിൽ വെക്കാൻ 15 ദിവസമേ പറ്റുമായിരുന്നു, ഇനി 90 ദിവസം വെക്കാം. എന്നെ നിങ്ങളെല്ലാം പിടിച്ച് അകത്തിടാം ഇല്ലേ. ഞാനൊക്കെ പണ്ട് പാർലമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടർ ബിനായൻ സെഖിനെ ആദിവാസികളെ ശുശ്രൂഷിച്ചു എന്ന പേര് എന്താ ഒരു തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. അദ്ദേഹത്തെ പിടിച്ചൊന്ന് ജയിലിട്ടിരുന്നു. സായിബാബ, ഡോക്ടർ സായിബാബ മികച്ച അധ്യാപകനായിരുന്നു, അറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹത്തെ 10 വർഷം ജയിലിട്ടു. സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം കൊടുക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നത്. 10 വർഷമാണ് ജയിലിട്ടത് ഇല്ലേ. സ്റ്റാൻ സ്വാമി നമ്മുടെ മുമ്പിൽ ഇല്ല ഇന്ന്. അപ്പോ നമ്മള് UAPA ഒക്കെ ചുമത്തി അതിനകത്ത് ഇടാൻ പറ്റുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കാൻ കൈകാര്യം ചെയ്ത ഒരു ഗവൺമെന്റ് അപ്പുറത്തുള്ളപ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കണം. ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഏറ്റവും വലിയ സംഭാവന കൊടുക്കുന്നവരാണ് നിങ്ങൾ അധ്യാപകർ. ശരിക്കും ഏറ്റവും ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ, നല്ല പ്രതികരണ ശേഷിയുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി അത് തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അധ്യാപകരെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹം നമ്മൾ വളരെയേറെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ യാന്ത്രികമായി പറഞ്ഞു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് മറക്കാൻ പാടില്ല. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമുക്ക് പോയില്ല എങ്കിൽ അപകടം പിടിച്ച ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഇന്ത്യ അങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടം കൊണ്ടുപോകുന്നത് നമ്മുടെ രാജ്യത്തെ. അപ്പോൾ നല്ല തിരിച്ചറിവുള്ളവരായി നമുക്ക് ഓരോരുത്തർക്കും മാറിത്തീരാൻ സാധിക്കണം. ഞാൻ നിങ്ങളുമെല്ലാം അങ്ങനെ തന്നെ വേണം. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ശരിക്കും വിധുവിന്റെ ക്ലാസ്സിനകത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ശരിക്കും ആധുനിക സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ നമുക്ക് കാണാൻ കഴിയണം. അപ്പോഴും എല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു മതനിരപേക്ഷ മൂല്യങ്ങളെല്ലാം നിലനിർത്തി മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് നിലനിർത്തി നമ്മളിപ്പോ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരിമാര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ കൂടി ഫലമാണ് ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് നിർഭയമായി മുന്നോട്ട് പോകാം. AKPCETയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് നല്ല മിടുക്കികളായി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകട്ടെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമയം നീണ്ടുപോയ സംസാരം ഞാൻ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ ധാരണ ചെയ്യുകയാണ്.